ചെറുക്കാരൻ ക്ലാസ് ഹൗസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിതാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇതാണ് ആ പ്രൊഡക്റ്റ്. ക്യൂബ എന്ന കമ്പനിയുടെ ആർട്ടിസ് എന്ന ഡിജിറ്റൽ ലോക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ആർട്ടിസ് ഡിജിറ്റൽ ലോക്ക് നമുക്ക് ഏതൊക്കെ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാമെന്ന് നമുക്കൊന്ന് പറയാം. അതിനു മുന്നേ നമുക്ക് ഈ ലോക്ക് വെക്കാനുള്ള ഡോറിൻ്റെ തിക്നെസ് അത് എത്ര വേണമെന്ന് ഞാനൊന്ന് പറയാം. 40 തൊട്ട് 120 mm വരെയുള്ള ഡോറിന്മേൽ മാത്രമേ നമുക്ക് ഈ ലോക്ക് വെക്കാൻ പറ്റുള്ളൂ. സിംഗിൾ ഡോറിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഏതൊക്കെ ഫംഗ്ഷനുകളിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് 3D ഫേസ് വെച്ചിട്ട്, അതായത് ഇതാണ് 3D ഫേസ്. ഇവിടെ നമുക്ക് വെച്ച് നമ്മുടെ ഫേസ് നേർക്ക് കറക്റ്റ് നേരാൻ വേണം. ഇവിടെ 2 പൊസിഷൻ 2 ലൈറ്റ് അത് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുമാതിരി നമുക്ക് കൈയും വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി വെച്ചിട്ട് നമുക്ക്, അതായത് എങ്ങനെ ഏത് ലെവലിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നമുക്ക് RFID കാർഡ്, ഇതാണ് നമ്മുടെ RFID കാർഡ്. ഇത് 2 എണ്ണം നമുക്ക് കിട്ടും. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാതിരി നമുക്ക് മെക്കാനിക്കൽ കീ, ഇത് എമർജൻസിയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ മെക്കാനിക്കൽ കീ. അത് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് നമുക്ക് പാസ്വേഡ്, നമുക്കിതിൽ പാസ്വേഡ് ഉണ്ട്. ഇവിടെ പാസ്വേഡ് വെച്ച് നമുക്ക് 100 പാസ്വേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ പാസ്വേഡ് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട്. ആ ഫിംഗർ പ്രിൻറ്റും വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വൈഫൈ, ബ്ലൂടൂത്ത് എന്നിങ്ങനെ കണക്ഷനുകളുണ്ട്. നമുക്ക് മൊബൈലിൽ കൂടി നമുക്ക് എവിടെ നിന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കാണിത്. പിന്നെ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇവിടെ വന്ന് ക്ലോസിങ് ആയി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് കൈ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇത് ചെയ്യാം. പിന്നെ ഇത് കൂടാഞ്ഞിട്ട് നമുക്ക് ഇത് ബാക്ക് വശം, ഈ ബാക്ക് വശത്ത് നമുക്ക് ഈ ടവർ ബോൾട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യാം, അതേപോലെ ലോക്കാക്കാം. അതുമാതിരി നമുക്ക് ഇവിടെ വലിയൊരു നോബ് ഉണ്ട്. അത് 1 വട്ടം പൂട്ടാം, 2 വട്ടം പൂട്ടാം, അങ്ങനെ ഡബിളായിട്ട് പൂട്ടി തുറക്കാവുന്നതാണ്. ഇതിൻ്റെ ചൂട്, ഇത് നമുക്ക് നല്ലവണ്ണം ചൂട്, ഇത് ഓട്ടോമാറ്റിക് ലോക്കാണ് കേട്ടോ. നമുക്ക് നല്ലവണ്ണം ചൂട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഡോറ് വന്നടയുന്നതാണ്. പിന്നെ ഇതിൽ കേട്ടല്ലോ, ഇതിൽ അലറാനുണ്ട്. അതായത് നമുക്ക് പുറത്ത് നിന്ന് ഒരാൾ വന്നാൽ ഇവിടെ അലറാൻ്റെ സ്വിച്ച് ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ അലറാൻ അടിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സൈഡ് വരുന്നത് മെറ്റലാണ് വരുന്നത്. അതുമാതിരി നമുക്ക് ഇതിൻ്റെ ഈ വശം, ലോക്കിൻ്റെ ഈ വശങ്ങളൊക്കെ SS 304 ആണ്. ഉയർന്ന ചൂടും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അത്ര തന്നെ 3 വർഷമാണ് നമുക്കിതിൻ്റെ വാറണ്ടി വരുന്നത്. താങ്ക് യു.